ഞാനിപ്പോൾ ഉള്ളതൊരു തുലിപ്പ് ഫാമിലാണ്. ഇത് കണ്ട ദൂരം പൂക്കളാണ്, നോക്കിക്കട്ടെ, നല്ല രസമുണ്ട്. ഇത് കണ്ട യെല്ലോ കളറിലുള്ള പൂക്കൾ കണ്ട. ഇതിൻ്റെ എത്ര കളേഴ്സാണെന്ന് അറിഞ്ഞാ ഇവിടെ ഉള്ളത് കണ്ടാ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു തുലിപ്പ് ഫാമിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ കുറേ സൂര്യകാന്തി പൂക്കളും വേറെ പല പൂക്കളൊക്കെ ഉള്ളൊരു ഫാമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്ക്. അപ്പോൾ എന്തായാലും ഇന്നും നമ്മൾ ആ ഫാമിൽ തന്നെയാണ് പോണത്, അതും തുലിപ്പ് പൂക്കൾ കാണാൻ. ഇനി വേറെ വല്ല പൂക്കളുണ്ടോയെന്ന് എനിക്കറിയില്ല, അവിടെ ചെന്ന് കഴിഞ്ഞാലാണ് നമുക്കറിയാൻ പറ്റുള്ളൂ. കഴിഞ്ഞ തവണ ഈ ഒരു പൂക്കൾ കാണാമെന്നൊക്കെ വിചാരിച്ചിരുന്നായിരുന്നു, പക്ഷേ എങ്കിൽ സീസൺ കഴിഞ്ഞു പോയ കാരണം നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണ നമ്മൾ ആ കറക്റ്റ് ആ ഒരു ടൈമിൽ ഇറങ്ങിയൊക്കെയാണ്. പക്ഷെ നല്ല തണുപ്പുണ്ട്, കാറ്റുണ്ട്, ചെറുതായിട്ട് മഴ തന്നെ മട്ടൊക്കെ ഉണ്ട്. എങ്കിലും പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്തായാലും നമുക്ക് പോകാം തുലിപ്പ് ഫാമിലേക്ക്. ന്യൂജേഴ്സി തന്നെയാണ് ഈ ഒരു ഫാം വരുന്നത്. 300 ഏക്കറിലാണ് കേട്ടോ ഈ ഒരു ഫാമുള്ളത്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ സൂര്യകാന്തി പൂക്കളും ഒരുപാട് പല ടൈപ്പ് പൂക്കളൊക്കെ ഉള്ള ഒരു ഫാമിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ, ആ ഫാമിൽ തന്നെയാണ് നമ്മൾ ഇന്നും പോകുന്നത്. അവിടെ പൂക്കൾ മാത്രം ഉണ്ടാവുള്ളത്, എന്തോരം വെറൈറ്റി പൂക്കളാണെന്ന് അറിഞ്ഞാൽ അന്ന് നമ്മൾ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ തുളിപ്പ് പൂവ് കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ കുറേ നാളായിട്ട് അതിൻ്റെ ഒരു തോട്ടം കാണാൻ പോകണമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കണത്. പക്ഷേ എങ്കിൽ ഇത് ആകെ ഒരു മാസമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഈ ഒരു കറക്റ്റ് ടൈമിൽ പോകണം. ആദ്യം ഈ ചെറിയ ബ്ലോസം പൂക്കളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആദ്യം തന്നെ വരുന്ന ഒരു പൂവാണ് ഈ ഒരു തുളിപ്പ് പൂവ്. അപ്പോൾ ആ ഒരു ടൈമിൽ ചെന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തവണ അത് എന്തായാലും മിസ്സാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് വേഗം തന്നെ അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ അതേ ലെഫ്റ്റ് സൈഡിലാണ് ആ ഒരു ഫാം വരുന്നത്. എന്തു തിരക്കാണെന്ന് അറിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കടക്കാനും അവിടെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ പിന്നെ ഇഷ്ടമാതിരി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും നല്ല തിരക്കാണത്, കണ്ടില്ലേ. അങ്ങനെ നമ്മളിതേ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത്, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ ഫീസൊക്കെ വേണം കേട്ടോ. നമ്മളങ്ങനെ നേരത്തെ തന്നെ ഓൺലൈനായിട്ട് അങ്ങനെ ഫീ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാലേ കുറേ നേരം നമ്മൾ ക്യൂ നിൽക്കണം. അപ്പോൾ അതേ ഇതുമാതിരത്തെ ഇങ്ങനെ ഒരു ചട്ടിയൊക്കെ ഉണ്ട് നമുക്ക് പൂ കളക്ട് ചെയ്യാനായിട്ട്. നമ്മളങ്ങനെ അതിൻ്റെ അകത്ത് കയറി ഫസ്റ്റ് തന്നെ അതേ തുലിപ്പിൻ്റെ ഈ പൂക്കൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പിങ്ക് കളറിലുള്ള പൂക്കളാണ്ടോ നമുക്ക് ആദ്യം തന്നെ കാണാൻ കഴിഞ്ഞത്. കാര്യം ഒരു മഴയുടെ മട്ടൊക്കെ ആയിരുന്നെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴത്തേന് എന്തൊരു വെയിലാണെന്ന് അറിഞ്ഞാൽ നല്ല ചൂടായിരുന്നേ. ഇങ്ങനെ ഇതിലേ കൂടിയൊക്കെ നടക്കാനായിട്ട് നല്ല തിരക്കും ഉണ്ടായിരുന്നു. എല്ലാവരുടെ കയ്യിലും ഉണ്ട് കേട്ടോ ഇതുമാതിരത്തെ ചട്ടി. നമുക്ക് കാണുന്ന പൂക്കളൊക്കെ പറിക്കാം. അത് കഴിഞ്ഞ് ലാസ്റ്റ് അവർ ആ ഒരു പൂവിൻ്റെ എണ്ണ അനുസരിച്ച് അവർ ബില്ല് പേ ചെയ്യണത്. ശനി ഞായർ ദിവസങ്ങളിലൊക്കെ $1 ഒരു പൂവിന് ഇവർ വില ഈടാക്കണത്. അല്ലാതെ ഇട ദിവസങ്ങളിലൊക്കെ ഇവർ അതിൻ്റെ പകുതി പൈസ ഈടാക്കുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാനും കുറേ പൂക്കളൊക്കെ പറിച്ചു. ആദ്യം പൂക്കളൊന്നും പറിക്കണ്ടെന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ പാത്തു എന്ത് ചെയ്തിട്ട് സമ്മതിക്കണില്ല, അവൾക്ക് പൂ വേണമെന്നും പറഞ്ഞ് അങ്ങനെ പറിച്ചതാണ്. കാരണം വെച്ചാൽ നല്ല വില ഈടാക്കുമല്ലോ, ഓരോ പൂവിനും $1 വെച്ചാണ് അവർ വില ഈടാക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ വേറൊരു കളറിൻ്റെ അടുത്താണ് വന്നേക്കണത്. ഒരുപാട് കളറുകൾ ഉണ്ട് കേട്ടോ, ഏകദേശം 100 വെറൈറ്റി കളറുകൾ ഉണ്ടെന്നാണ് ഇവർ പറയണത്. പിന്നെ അതുപോലെ തന്നെ 8 ദശലക്ഷം പൂക്കളുണ്ടെന്നും ഇവർ പറയുന്നുണ്ട്. നമ്മൾ വന്ന സമയത്ത് ഇത് കണ്ടില്ലേ, തുളിപ്പിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ്ങിലായതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ വിരിഞ്ഞ് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ഒരു മൊട്ട് പോലെ നിൽക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തൊക്കെ ഫുള്ളും മൊട്ടുകളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ വിരിഞ്ഞ് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഫുള്ള് ഇങ്ങനെ താമരമുട്ട് പോലെ ഇരിപ്പുണ്ടല്ലേ. ഇതൊക്കെ ഒരാഴ്ച പിടിക്കും കേട്ടോ, ഇതൊക്കെ ഒന്ന് വിടർന്ന് വരാനായിട്ട്. ഫുള്ള് വിടർന്ന് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കാണുള്ളൂ. എങ്കിലും പൂക്കളായിട്ടുള്ളതൊക്കെ ഉണ്ട്. ഇത് കാരണം വെച്ചാൽ ഇത് 300 ഏക്കറിലാണല്ലോ നിൽക്കുന്നത്. ഒരുപാടുണ്ടെന്നേ. ഇതിങ്ങനെ നടന്ന് കാണാനാണെങ്കിൽ ഇഷ്ടംമാതിരി ഉണ്ട്. കുറേയൊക്കെ നമ്മളങ്ങനെ നടന്ന് കണ്ടായിരുന്നേ. ഇതിപ്പോൾ യെല്ലോ കളറിലുള്ളൊരു പൂക്കളുടെ അടുത്താണ് നമ്മളിപ്പോൾ വന്നേക്കണത്. ആളുകളൊക്കെ ഇങ്ങനെ നടന്ന് ചവിട്ടി മെതിച്ച് ഒക്കെ ഇങ്ങനെ കുറേയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് സങ്കടം വരും കേട്ടോ. വെറുതെ പറിച്ചിങ്ങനെ കളയുന്നതൊക്കെ ഇങ്ങനെ കണ്ടായിരുന്നു. കാരണം അതൊക്കെ കൂടി കൂട്ടിയിട്ടാണ് അവർ പൈസ ഈടാക്കുന്നതെങ്കിലും നമ്മൾ ഈ പൂക്കൾ ഇങ്ങനെ പറിച്ച് കളയുമ്പോൾ ഒരു ഇതാണല്ലോ. ഇത് ചിലവർ ഇങ്ങനെ പൂക്കൾ വാങ്ങി അത് ഫുള്ള് ബില്ല് പേ ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ബാക്കി ചിലവർ ഫോട്ടോസിന് മാത്രമായിട്ട് ഇങ്ങനെ പൂക്കൾ പറിച്ചിട്ട് അതിന് ശേഷം അത് വലിച്ചെറിയുന്ന കാഴ്ചയൊക്കെയാണ് നമുക്കവിടെ കൂടുതലും കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്.
പിന്നെ നമ്മൾ കഴിഞ്ഞ അവിടെ വന്ന പോലെ തന്നെ ട്രക്കും കാര്യങ്ങളൊക്കെ വലുതൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഈ ഒരു ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ വണ്ടികളാണ് ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് അതിലൊക്കെ കയറി അറ്റം വരെയൊക്കെ പോകാം കേട്ടോ. കാരണം നടന്ന് പോകുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കുറേ പോകണമല്ലോ ഇങ്ങനെ നടന്നിട്ട്. പല കളറിലുള്ള പൂക്കളുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഇതിങ്ങനെ ഭയങ്കര കട്ട കുത്തിയായിട്ടൊക്കെ തോന്നും. പക്ഷേ എങ്കിൽ അടുത്ത് ചെല്ലുമ്പോഴത്തേനും ഇതിങ്ങനെ ഒറ്റ ഒറ്റയായിട്ടൊക്കെയാണ് നമുക്കിങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും നല്ല രസമുണ്ടല്ലേ, നല്ലൊരു വെറൈറ്റി പൂവ്. ഇത് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഇതിൻ്റെ ഒരു തോട്ടത്തിൽ വരുന്നത്. കാര്യം നമ്മൾ കഴിഞ്ഞ അവിടെ ന്യൂയോർക്കിലൊക്കെ പോയപ്പോൾ പല പല സ്ഥലങ്ങളിലും വഴിയരികിലൊക്കെ ഇതിൻ്റെ പൂക്കളൊക്കെ ഇങ്ങനെ ഒറ്റയും തെറ്റിയൊക്കെ ആയിട്ട് ഇരിക്കണം കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും തോട്ടത്തിൽ വരുന്നത് കണ്ടത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതേ കണ്ടില്ലേ, ആളുകളൊക്കെ ഇങ്ങനെ പറിച്ച് ചട്ടിയിലാക്കി ഫോട്ടോസ് എടുക്കണതൊക്കെയാണ് ആ കാണുന്നത്. കുഞ്ഞു പിള്ളേരെ കൊണ്ടൊക്കെ പറപ്പിക്കണതും പല പല പോസിലൊക്കെ ചെയ്യണതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അങ്ങനെ അതേ നമ്മളും ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. ആകെ ഒരു അങ്കലാപ്പായിരുന്നു, എങ്ങനെ ഫോട്ടോ എടുക്കണം, എങ്ങനെ വീഡിയോ എടുക്കണം. കാരണം ഇത് കണ്ടിട്ട് എന്ത് ഭംഗിയാണെന്ന് അറിഞ്ഞാൽ കാണാൻ. നിങ്ങൾക്കത് വീഡിയോയിൽ അത് എത്രമാത്രം അത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എങ്കിലും എനിക്ക് തോന്നുന്നത് ശരിക്കും ഇതൊക്കെ നേരിട്ട് കാണാനാണ് കേട്ടോ കുറച്ചും കൂടി ഭംഗി. ഇത് കണ്ടില്ലേ, 2 കളറ് ഒരു പൂവിൽ, വൈറ്റും പിന്നെ അതുപോലെ തന്നെ ഒരു മെറൂണും കൂടി കൂടിയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് ആ കാണുന്നത്. ഓരോ നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ എന്തൊക്കെ കളറിലാണ് ഈ പൂക്കളുള്ളതെന്ന്. ഇത് കണ്ടില്ലേ, ഇത് വേറൊരു കളറാണ്. എല്ലാം ഇങ്ങനെ വിരിഞ്ഞ് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രണ്ടിനും 2 ലുക്കാണ്. ചിലത് ഇങ്ങനെ വിരിഞ്ഞിങ്ങനെ വിടർന്ന് നിൽക്കണതും അല്ലാതെയും ഉണ്ട്. നമുക്കിവിടെ ഇടയ്ക്ക് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇത് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് കഴിക്കാം. അല്ലെങ്കിൽ അവിടെ ഫുഡിൻ്റെ ട്രക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ഫുഡ് വാങ്ങി അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ടൊക്കെ വന്നപ്പോഴത്തേനും 2 സൈഡിലും ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ നിൽക്കണതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ കുറേ ഇങ്ങോട്ട് നടന്നിട്ടാ ഈ ഒരു ഫാമിൽ ഒരുപാട് നമ്മൾ നടന്ന് ഫുള്ളൊന്നും ഞാനിങ്ങനെ നടക്കണതും ഒന്നും വീഡിയോയിലൊന്നും കാണിക്കണമൊന്നുമില്ല. പിന്നെ മാത്രമല്ല ഇതൊക്കെ ആകെ ഇങ്ങനെ നനഞ്ഞിട്ട് ഇങ്ങനെ ചെളുമ്പ കുത്തി കിടക്കുകയായിരുന്നു. നമ്മുടെ കാലൊക്കെ ആകെ കുറേയൊക്കെ ഇങ്ങനെ ചെളിയായി. കാരണം വെച്ചാൽ ഇവരിതിങ്ങനെ ഫുള്ള് ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇതാകെ ഇങ്ങനെ നനഞ്ഞിങ്ങനെ നിൽക്കണേണ്. ആ ഒരു മണ്ണൊക്കെ ഇങ്ങനെ കുതിർന്ന് നിൽക്കണമായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ നിങ്ങൾക്കത് മനസ്സിലാവുകയൊന്നുമില്ല. എന്തായാലും നല്ല ഭംഗിയുണ്ടല്ലേ. ഇതിപ്പോൾ അതേ ഓറഞ്ച് കളറിലുള്ളൊരു പൂവാണ് ഇത്. നല്ല രസമുണ്ടല്ലേ. ആ വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര ഒരു ഡാർക്ക് കളറായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറേയും കൂടി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മിക്സ്ഡ് ആയിട്ടുള്ള കളറുകളാണ് കണ്ടത്. ഇപ്പം നമ്മൾ കണ്ട ഓറഞ്ചും അതുപോലെ തന്നെ യെല്ലോ, വൈറ്റ് ഒക്കെ കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ പിടിപ്പിച്ചേക്കണതാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ. ഇതൊക്കെ ഫുള്ള് ചിലത് വിരിഞ്ഞും വിരിയാതെയും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നല്ലേ എന്ന് പറയാനേ എനിക്ക് പറ്റുള്ളൂ. കാരണം വെച്ചാൽ അത്രയ്ക്ക് മനോഹരമാണ് ഈ ഒരു പൂക്കൾ കാണാനായിട്ട്. ഇപ്പം നമ്മൾ വൈറ്റ് കളറിലുള്ള ആ ഒരു ഷെയ്ഡിലേക്കാണ് വന്നേക്കണത്. കാണാനാണെങ്കിൽ ഇഷ്ടമാതിരി ഉണ്ട്. ഈ പറഞ്ഞ മാതിരി വീഡിയോ എടുത്ത് മടുക്കും നമ്മൾ. ഞാൻ അധികമൊന്നും അങ്ങനെ പകർത്തിയിട്ടൊന്നുമില്ല. കുറച്ച് ഭാഗങ്ങളൊക്കെ മാത്രം ഇങ്ങനെ മിസ് ചെയ്യാതെ ഇങ്ങനെ പകർത്തിയിട്ടുണ്ടെന്നുള്ളൂ. നമ്മളങ്ങനെ കുറേ നേരം അവിടെ നടന്നതിന് ശേഷം പിന്നെ അതേ ഇപ്പം നമ്മൾ ഫുഡ് ട്രക്കിൻ്റെ ഭാഗത്തേക്കാണ് വന്നേക്കണത്. ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ, പല വെറൈറ്റി ഫുഡുകളും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഫുഡൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതേ അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാം നല്ല വെയിലാണ്, നമുക്കിരുന്ന് കഴിക്കാൻ. എന്തൊരു ചൂടാണെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ ഒരു മൂടിയായിട്ട് തോന്നിയെങ്കിലും നല്ല വെയിലാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്. നമ്മളങ്ങനെ അതേ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഫസ്റ്റ് തന്നെ ഒരു ഫ്രൈഡ് ചിക്കനാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഫ്രൈസും ഒക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ചൂടോടുകൂടി നല്ല ടേസ്റ്റിലായിരുന്നേ കിട്ടിയത്. അതിനുശേഷം ഗൈറോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗൈറോ എന്ന് പറഞ്ഞാൽ ഈ ഷവർമ്മ പോലെ ഇരിക്കും കേട്ടോ ഫുഡ്. നമ്മളങ്ങനെ അതൊക്കെ കഴിച്ചു. അപ്പോൾ അതിന് നമ്മൾ ഇരുന്നതിൻ്റെ ചെയറൊക്കെ ഉണ്ടില്ലേ, കുതിര സവാരിയൊക്കെ ഉണ്ടായിരുന്നു. ഇതിനൊക്കെ വേറെ ടിക്കറ്റ് എടുക്കണം. അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അവിടെ ഇങ്ങനെ ചുറ്റി കറക്കുകയൊക്കെ ഇങ്ങനെ ചെയ്യും. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇത് ഫാമൊക്കെ സ്റ്റാർട്ട് ചെയ്തേലുള്ളൂ, അതുകൊണ്ട് തുടങ്ങണേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളിപ്പോൾ അതേ ഒരു ഇന്ത്യൻ ഷോപ്പിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് നമ്മളൊരു ബിരിയാണി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം എന്തേ നമ്മൾ ലെമണേഡ് വാങ്ങിക്കാനായിട്ട് ഒരു കടയിൽ വന്ന നമ്മളങ്ങനെ ഫുഡൊക്കെ വാങ്ങിയതേ ഇവിടെ വന്നിരുന്ന് പിന്നെയും കഴിക്കണേണ്. ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഒക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. ക്യാഷൊക്കെ നല്ല പൈസ വരും. പിന്നെ ഇതൊരു തമിഴ്നാട് ലുക്കിലുള്ള ഒരു ബിരിയാണി ആയിട്ടാണ് ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഞാൻ കഴിച്ചില്ല കേട്ടോ, പിള്ളേരൊക്കെ ഇരുന്ന് അങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു. ലെമണേഡൊക്കെ അടിപൊളി ടേസ്റ്റായിരുന്നു. ഈ ചൂടായതുകൊണ്ട് നല്ല തണുത്ത വെള്ളമൊക്കെ കുടിക്കാൻ നല്ലതായിരുന്നു. അതിനുശേഷം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇതിൻ്റെ പേര് എനിക്കത്ര ഓർമ്മയില്ല, ഒരു ചിക്കൻ സാൻഡ്വിച്ച് പോലെ ഇരിപ്പുണ്ടായിരുന്നു. ഇങ്ങനെ സവാളയും ചീസും ചിക്കനൊക്കെ കൂടി ഇട്ടിട്ട്
കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം നമ്മളിതേ ഇപ്പോൾ പോകാൻ വേണ്ടിയിട്ട് തിരിയണേണ്. അപ്പോൾ അതേ അവിടെ പൂക്കളൊക്കെ കണ്ടോ, ആളുകൾ ഉപേക്ഷിച്ച് പോയ പൂക്കളാണ് കേട്ടോ. ഫോട്ടോ എടുക്കലും എല്ലാം കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഇട്ടിട്ട് പോയേക്കണാണ് ആ കാണുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി, എന്ത് ഭംഗിയുള്ള പൂക്കളല്ലേ, വെറുതെ പറിച്ച് അവിടെ ഇങ്ങനെ കളഞ്ഞിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിനി പോകണമെന്നുണ്ടെങ്കിൽ ഇതുമാതിരത്തെ വണ്ടിയിൽ പോകാമെന്ന് വിചാരിച്ചു. കാരണം എന്ന് വെച്ചാൽ എന്തോരം നടന്നാലാണെന്ന് അറിഞ്ഞാൽ ഇതിങ്ങനെ നടന്നാലൊന്നും ഇപ്പോഴൊന്നും എത്തൂല, ഈ ചൂടത്ത് എന്തോരോന്ന് വെച്ചാൽ. അപ്പോൾ വിചാരിച്ച് ഈ വണ്ടിയിൽ കയറുകയാണെങ്കിൽ അവർ അവിടെ കൊണ്ടുപോയി ആക്കിത്തരും. അങ്ങനെ നമ്മൾ കയറിയതാണ്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു യാത്ര. നല്ല കാറ്റൊക്കെ കൊണ്ട് കുറേ നേരം ഇങ്ങനെ വണ്ടിയിലിരുന്ന് എന്തോരം കിലോമീറ്റർ ആണെന്ന് അറിഞ്ഞാൽ നമ്മൾ നടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ ആ പൂക്കളുടെ ഭംഗി കണ്ടിട്ടേ എന്തോരം നടന്നെന്നുള്ളതിൻ്റെ ആ ഒരു ടൈം നമുക്ക് അറിയാൻ പറ്റണമെന്നുണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാം കഴിഞ്ഞ് ഫുഡും കഴിച്ച് കഴിഞ്ഞപ്പോഴേനും നമുക്ക് തിരിച്ചു കിടക്കാനായിട്ട് പറ്റണേ ഉണ്ടായിരുന്നില്ല. അതാണ് പിന്നെ നമ്മൾ ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ ആ ഒരു എൻട്രൻസിൻ്റെ ഭാഗത്തേക്കാണ് വന്നേക്കണത്. ഇവിടെയാണ് കേട്ടോ ആ ഒരു പൂക്കളൊക്കെ കാണിച്ച് ആ ബില്ലൊക്കെ പേ ചെയ്യേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്. അങ്ങനെ നമ്മളെ കൊണ്ടുവന്ന് അവരവിടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പൂക്കളൊക്കെ കൊടുത്തു. കുറച്ച് പൂക്കളാണേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരത് അനുസരിച്ച് എണ്ണ അനുസരിച്ച് അവരതേ ഒരു കവറിലാക്കിയിട്ട് നമുക്ക് തരും. എന്നിട്ട് അടുത്ത സെക്ഷനിൽ പോയിട്ട് നമ്മൾ ബില്ല് പേ ചെയ്യണം. അങ്ങനെയാണ്. പിന്നീടാണ്ടോ നമുക്ക് മനസ്സിലായത് നമ്മളെല്ലാം പൂ പോലെയാണ് പറിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ചും കൂടി ഒരു മുട്ടൊക്കെ പോലെ പറിക്കുകയായിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം കൂടി അത് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് നിൽക്കുമായിരുന്നു. എന്തായാലും പാത്തു ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുണ്ട്. നമ്മളങ്ങനെ പൂക്കളൊക്കെ ആയിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് പോവുകയാണ്. എന്തായാലും പോകുന്ന വഴികളൊക്കെ കാണാൻ തന്നെ അടിപൊളി ഭംഗിയായിരുന്നു കേട്ടോ. ഞാൻ അതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ നിങ്ങളെ കാണിക്കുന്നുണ്ട്. മാത്രമല്ല പോകുന്ന വഴികളൊക്കെ എല്ലാം ചെറി ബ്ലോസത്തിൻ്റെ മരങ്ങളാണ് കേട്ടോ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞില്ലേ, ഈ ചെറി ബ്ലോസം എന്ന് പറയുന്നത് വീടുകളുടെ ഫ്രണ്ടിലും റോഡരികിലും സ്ഥാപനങ്ങളുടെ ഫ്രണ്ടിലൊക്കെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. ഇത് കണ്ടില്ലേ, എന്ത് രസമാണല്ലേ കാണാൻ. നമ്മളിപ്പോൾ ഒരു പ്രിൻസ്റ്റൺ എന്ന് പറഞ്ഞ ഒരു ഭാഗത്തേക്കാണ് വന്നേക്കണത്. ഇവിടത്തെയൊക്കെ ബിൽഡിങ്ങുകളൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്ന ഒരു ഭാഗമാണ് ഈ പ്രിൻസ്റ്റൺ എന്ന് പറയണത്. പിന്നെ മാത്രമല്ല ഈ ചെറി ബ്ലോസത്തിൻ്റെ ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ അത് കാണാനും ഒക്കെ ആയിട്ട് ആളുകളുടെ തിരക്കായിരുന്നു ഈ ഒരു സ്ഥലത്ത് വന്നപ്പോഴത്തേനും. ഇത് കണ്ടില്ലേ വണ്ടികളൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്തേക്കണത്. പിന്നെ മാത്രമല്ല ഇവിടെ കാഴ്ചകൾ കാണാനായിട്ട് ഒരുപാടുണ്ട്. ഇവിടുത്തെ ബിൽഡിങ്ങുകളും ഒക്കെ, ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ആളുകൾ വരുന്നത്. എന്തായാലും നമുക്കൊരു ദിവസം ഇവിടെ വന്നം ഇവിടുത്തെ കാഴ്ചകളൊക്കെ പറത്തണം. കാരണം വെച്ചാൽ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു സ്ഥലം നിലനിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ തിരക്കുകളൊക്കെയാണ് ഈ കാണുന്നത്. ഈ സീസൺ ഇതായതുകൊണ്ട് നമുക്ക് എവിടെ നോക്കിയാലും ഈ ചെറി ബ്ലോസത്തിൻ്റെ പൂക്കളാണ്ടോ കാണാൻ കഴിയുക. പക്ഷെ നമ്മൾ പോയ ഫാമിലൊന്നും നമ്മൾ അങ്ങനത്തെ മരങ്ങളൊന്നും കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ വഴിയരികിലൊക്കെയാണ് നമ്മൾ കൂടുതലും കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ മാത്രമല്ല നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെയും ഉണ്ടായിരുന്നു ഇതുമാതിരത്തെ കുറേ പൂക്കളൊക്കെ. എന്തായാലും ഈ ഒരു സീസണിൽ നമുക്ക് വഴി കൂടി പോകുമ്പോഴത്തേനും നല്ല രസമായിരിക്കും കാണാൻ. ഇങ്ങനെ വൈറ്റും പിങ്കും ഇങ്ങനെ റെഡും കളറിലൊക്കെ ആയിട്ട് ഇങ്ങനെ പൂക്കളൊക്കെ നിൽക്കണതേ എന്ത് രസമാണെന്ന് പറഞ്ഞാൽ. പക്ഷേ എങ്കിൽ അതൊരു മാസം ഉണ്ടാവുള്ളൂ. ആ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ പൂക്കളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോവും. പിന്നെ മരങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ഇലകളും. അപ്പോൾ അതേ ഈ ഒരു എൻട്രൻസിൽ കൂടിയാണ് ഈ ടൂറിസ്റ്റുകളൊക്കെ കയറി അതിൻ്റെ അകവും ഒക്കെ ഇങ്ങനെ കാണുന്നത്. അത് ഒരു പ്രത്യേക ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് കേട്ടോ. നമുക്ക് എന്തായാലും ഒരു ദിവസം വരണം. എന്തായാലും അവിടെ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കണ്ടില്ലേ, യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു ഭാഗമായതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളും കഫേകളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. കൂടുതലും ഈ കോളേജ് കുട്ടികളെയൊക്കെ നമുക്ക് ആ ഭാഗത്ത് കാണാൻ സാധിക്കും. പിന്നെ മാത്രമല്ല ഇവിടത്തേക്ക് വീടുകളൊക്കെ കണ്ടില്ലേ ഇങ്ങനെ തിങ്ങി തിങ്ങി. എല്ലായിടത്തും വീടുകളൊക്കെ ഒരേപോലെയാണ് എങ്കിൽ പോലും ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ ഈ ഭാഗത്തൊക്കെ. ഇങ്ങനെ ഈ പൂക്കളും കൂടി ഉള്ളപ്പോഴേ നല്ല രസമാണ് കാണാനായിട്ട്. ഞാനപ്പോൾ ഈ ജസ്റ്റ് ഒന്ന് ഇവരിലൂടെയൊക്കെ ഉള്ളുവഴികളിലൂടെ പോയപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ്. ഇതേ കണ്ടില്ലേ ചെറിയ ബ്ലോസം പൂക്കളൊക്കെ ഇങ്ങനെ നിൽക്കണത് നല്ല രസമാണ്. മിക്ക വീടിൻ്റെ ഫ്രണ്ടിലും ഉണ്ട്. ഇതൊക്കെ എത്ര വീഡിയോ എടുത്തിട്ട് എനിക്ക് മതിയാവണേ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ തവണ ഞങ്ങളിവിടെ വന്ന സമയത്ത് എന്തായാലും ഇങ്ങനെ ഇതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇതിൻ്റെ ആ ഒരു സീസണൊക്കെ കഴിഞ്ഞ സമയത്തായിരുന്നു നമ്മൾ വന്നതും. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയില്ലായിരുന്നു ഇങ്ങനത്തേക്ക് ഒരു സംഭവം ഉണ്ടെന്നൊക്കെ.
പിന്നെയൊക്കെ കുറേ കാടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നമ്മൾ പോയി. ഇപ്പം നമ്മൾ ഇതേ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതേ ലെഫ്റ്റ് സൈഡ് കണ്ടില്ലേ, ഫുള്ള് ചെറി ബ്ലോസത്തിൻ്റെ പൂക്കളാണ് ഈ കാണുന്നത്. ഇങ്ങനെ ഒറ്റയായിട്ട് ഇങ്ങനെ ഫുള്ള്. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഇതൊക്കെ ചെറി ബ്ലോസത്തിൻ്റെ പൂക്കളാണെന്ന്. പൂവായിട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. എന്ത് ഭംഗിയാണെന്ന് പറഞ്ഞാൽ. ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെയൊന്നും അല്ല കേട്ടോ, നല്ല അടിപൊളി പിങ്ക് കളറിലുള്ള പൂക്കളാണ്. ഇതിങ്ങനെ നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. വീഡിയോയിൽ കാണുമ്പോൾ ഒരു ലൈറ്റ് കളറായിട്ടല്ലേ നിങ്ങൾക്ക് തോന്നുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അമേരിക്കയിലെ പുതിയൊരു വീഡിയോയായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.